ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. നമ്മുടെ വാർത്താ ദിനം നമ്മൾ തുടരുകയാണ്. വളരെ സജീവമായ ഒരു വാർത്താ ദിനമാണിന്ന്. ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് വിശദമായി നോക്കാം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതിയിൽ. പ്രവേശന നടപടികളുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കണമെന്ന ആവശ്യം. നിയമക്കുരുക്കിലായതോടെ പ്രവേശനം നീണ്ടുപോകുമോ എന്ന ആശങ്കയിൽ വിദ്യാർത്ഥികൾ. കേരള സർവകലാശാലയിലെ പോര് കടുക്കുന്നു. വിസിയുടെ വിലക്ക് ലംഘിച്ച് രജിസ്ട്രാർ സർവകലാശാല ആസ്ഥാനത്തെത്തും. ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ SFI. ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്ക്. രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. സ്കൂൾ സമരത്തിൽ സമസ്തയിൽ ഭിന്നത. കോഴിക്കോട്ടെ സമരസംഗമത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിൽക്കും. മുസ്ലിം ലീഗ് സ്പോൺസേഡ് സമരമെന്ന ആക്ഷേപം. പരിപാടിയിലേക്ക് ക്ഷണമില്ലെന്നും ലീഗ് വിരുദ്ധ വിഭാഗം. നിപ ജാഗ്രതയിൽ കേരളം. കേന്ദ്ര സംഘം മലപ്പുറത്ത്. സാഹചര്യം വിലയിരുത്തി റിപ്പോർട്ട് നൽകും. പാലക്കാട്ടെ നിപ ബാധിത ആശുപത്രിയിൽ തുടരുന്നു. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ UDF ഏകോപന സമിതി യോഗം കൊച്ചിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങൾ മുഖ്യ ചർച്ചാ വിഷയം. മുന്നണി വിപുലീകരണവും ചർച്ചയായേക്കും. സർക്കാരിനെതിരായ തുടർ പ്രതിഷേധ പരിപാടികളും അജണ്ടയിൽ. നമുക്ക് വിശദമായി കടക്കാം. കുട്ടികളെ, വിദ്യാർത്ഥികളെ എല്ലാം ഏറെ ആശങ്കപ്പെടുത്തിയ ഒരു നടപടിയായിരുന്നു ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനായുള്ള കീം റാങ്ക് പട്ടിക റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഇന്ന് എന്തായാലും ഹൈക്കോടതി പരിഗണിക്കുകയാണ്. പ്രോസ്പെക്ടസിൽ തിരുത്തൽ വരുത്തി റാങ്ക് നിശ്ചയിച്ചതാണ് പട്ടിക റദ്ദാക്കാൻ പ്രധാന കാരണം. റാങ്ക് പട്ടിക നിയമക്കുരുക്കിലായതോടെ പ്രവേശനം നീണ്ടുപോകുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉള്ളത്. കീം ഫലം തടഞ്ഞ ഹൈക്കോടതി വിധി മന്ത്രിസഭായോഗം ചർച്ച ചെയ്തേക്കും. ആജ്ഞ രവീന്ദ്രനും സാറൻ സുധാകരനുമാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ആജ്ഞയിലേക്ക് പോവുകയാണ്. ആജ്ഞ, വെരി ഗുഡ് മോർണിംഗ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ഒരുപാട് ആശങ്കയിൽ ആഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു ഇന്നലെ വന്നത്. എന്തായാലും ആ നടപടിക്കെതിരെ സർക്കാർ ഇന്ന് അപ്പീൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. അത് പരിഗണിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ നിയമക്കുരുക്കൊക്കെ മാറ്റിക്കൊണ്ട് ഈ പ്രവേശനം വേഗത്തിലാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ് ആര്യ. ഈ 1-ാം തീയതി പ്രസിദ്ധീകരിച്ച കീമിന്റെ റാങ്ക് ലിസ്റ്റാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ജസ്റ്റിസ് DK സിംഗിന്റെ സിംഗിൾ ബെഞ്ചാണ് ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അതായത് പ്രോസ്പെക്ട് അവസാന നിമിഷം, അതായത് റിസൾട്ട് വരുന്നതിന് 1 മണിക്കൂർ മുമ്പേ പ്രോസ്പെക്ടസ് തിരുത്തി അത് നിയമവിരുദ്ധമായും ഏകപക്ഷീയമായിട്ടുമാണ് സർക്കാർ ആ നടപടിയിലേക്ക് പോയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ഈ റാങ്ക് പട്ടിക റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അത് CBSE വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിന്മേലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നേരത്തെ നമുക്കറിയാം, അതായത് ഫെബ്രുവരി 19-നാണ് ഈ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയിരുന്നത്. ആ പ്രോസ്പെക്ടസ് പ്രകാരം നേരത്തെ തന്നെ CBSE വിദ്യാർത്ഥികൾക്ക്, അത് കഴിഞ്ഞ വർഷവും ആ പരാതി ഉണ്ടായിരുന്നു, CBSE വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് ആണ് അതിൻ്റെ അനുപാതം നിശ്ചയിച്ചിരുന്നത്. അതായത് +2ൻ്റെ മാർക്കും പരീക്ഷയുടെ മാർക്കും ചേർത്ത് 1:1:1 എന്ന അനുപാതത്തിലായിരുന്നു നേരത്തെ മാർക്ക് കണക്കാക്കിയിരുന്നത്. വിവിധ സിലബസുകൾ ഏകീകരിക്കുമ്പോൾ, വിവിധ സിലബസുകളിലുള്ള വിദ്യാർത്ഥികളുടെ മാർക്ക് ഏകീകരിക്കുമ്പോൾ CBSE വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഏകീകരിച്ച് 5:3:2 എന്നുള്ള അനുപാതത്തിലേക്ക് പോവുകയായിരുന്നു പുതുക്കിയ പ്രോസ്പെക്ടസ് പ്രകാരം ചെയ്തിരുന്നത്. പുതുക്കിയ പ്രോസ്പെക്ടസ് പ്രകാരം സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നു. അത് CBSE വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് CBSE വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ച ആ ഹർജിയിന്മേലാണ് ജസ്റ്റിസ് DK സിംഗിന്റെ വിധി ഇന്നലെ ഉണ്ടായത്. അതേസമയം ഇന്നലെ തന്നെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്ര അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിനെയാണ് സമീപിച്ചത്. അത് സർക്കാർ ഇന്ന് തന്നെ കോടതി അത് പരിഗണിക്കുകയും ചെയ്യും. അതേസമയം ഇന്നലെ ഈ റാങ്ക് പട്ടിക റദ്ദാക്കിയ സാഹചര്യത്തിൽ
ആശങ്കയുണ്ട്. കാരണം എൻട്രൻസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് വൈകുന്നിടത്തോളം എഞ്ചിനീയറിംഗ് പ്രവേശനം വൈകുമോ എന്നുള്ള ആശങ്കയുണ്ട്. കാരണം വീണ്ടും പുതുക്കിയ റാങ്ക് പട്ടിക പുറത്തിറക്കാൻ എൻട്രൻസ് കമ്മീഷണർ ഉത്തരവിട്ടിട്ടുണ്ട്. അതിന് പ്രകാരം അതായത് ഫെബ്രുവരി 19 റാങ്ക് പട്ടിക പ്രോസ്പെക്ടസ് പ്രകാരം റാങ്ക് പട്ടിക പുതുക്കി പുറത്തിറക്കണം എന്ന് തന്നെയാണ് എൻട്രൻസ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇന്നലത്തെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നീക്കം എൻട്രൻസ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഇന്ന് വീണ്ടും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുണ്ട്. അതേസമയം സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ ഈ അതായത് പുതുക്കിയ പ്രോസ്പെക്ടസിനോട് അനുകൂലമായി ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ അത് ആ വാദം കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയില്ല. എന്നിരുന്നാൽ പോലും അങ്ങേറ്റം പുതുക്കിയ ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ ഒരു സാഹചര്യം വിദ്യാർത്ഥികളിലും അവരുടെ രക്ഷിതാക്കളിലും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ പ്രവേശനം വൈകുമോ എന്നുള്ള ഒരു സാഹചര്യം, കോഴ്സ് വൈകുമോ എന്നുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ ഇയർ മിസ്സാകുമോ എന്നുള്ളൊരു സാഹചര്യം ഒക്കെ അവരുടെ മുന്നിൽ ആശങ്കയായി നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അതേസമയം അവസാന നിമിഷം, അതായത് ജൂൺ 1 തീയതിയാണ് റാങ്ക് പട്ടിക പുറത്തിറക്കിയത്. ജൂലൈ 1 തീയതിയാണ് റാങ്ക് പട്ടിക പുറത്തിറക്കിയത്. ഈ 1 തീയതി പുറത്തിറങ്ങുന്നതിന് തൊട്ടു മുൻപ് 1 മണിക്കൂർ മുൻപാണ് ഈ പറയുന്ന പ്രോസ്പെക്ടസിൽ തിരുത്തു വരുത്തിയത് എന്നുള്ളതാണ് ഹൈക്കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിച്ച പ്രശ്നമായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അതല്ലെങ്കിൽ നിയമവിരുദ്ധമാണ്, അതിൽ ചട്ടവിരുദ്ധമായിട്ട് തന്നെയാണ് സർക്കാർ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയത് എന്ന് തന്നെയാണ് ഹൈക്കോടതി നിരീക്ഷണം. അത് ഡിവിഷൻ ബെഞ്ച് ഇന്ന് മറിച്ചാണോ തീരുമാനമെടുക്കുന്നതെങ്കിൽ സർക്കാരിന് വലിയ ആശങ്കയൊന്നും ഉണ്ടാകില്ല. അതേസമയം ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനവുമായി ഒത്തുപോവുകയാണെങ്കിൽ, അത് തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ സർക്കാർ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് ഇറക്കേണ്ടി വരും. അതായത് ഫെബ്രുവരി 19 പുറത്തിറക്കിയ പ്രോസ്പെക്ടസ് പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് ഇറക്കേണ്ടി വരും. ഈ 1:1 എന്നുള്ള ഫോർമുലയും കീപ്പ് ചെയ്യേണ്ടി വരും. അതേസമയം +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് 150 മാർക്കും ബാക്കിയുള്ള വിഷയങ്ങളിൽ അതിനനുസരിച്ചും ആനുപാതികമായിട്ടാണ് മാർക്ക് കണക്കാക്കിയിട്ടുള്ളത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതല്ലെങ്കിൽ കെമിസ്ട്രിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അത് 100ലേക്ക് മാർക്ക്. ഏത് സിലബസ് ആണെങ്കിലും ചില സിലബസുകാർക്ക് ഔട്ട് ഓഫ് 100 അല്ല മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് 100ലേക്ക് മാർക്ക് കൺവേർട്ട് ചെയ്ത ശേഷമാണ് ഈ ഒരു അനുപാതത്തിലേക്ക് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ CBSE പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ നേരത്തെ തിരിച്ച് മാർക്ക് കണക്കാക്കുമ്പോൾ ഇപ്പം ഔട്ട് ഓഫ് 95 ആണ് കണക്കാക്കുന്നതെങ്കിൽ സ്റ്റേറ്റ് സിലബസുകാർക്ക് 100ൽ 75 എന്ന് പറയുന്നതും ഈ ഔട്ട് ഓഫ് 95ൽ 73 വാങ്ങിയ ആൾക്കും ഏതാണ്ട് ഒരേ പ്രിഫറൻസ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം അത് 100ൽ ഏകീകരിക്കുകയാണെങ്കിൽ ആ ഏകീകരണ ഫോർമുല എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ അവസാന നിമിഷം, അതായത് പരീക്ഷ എഴുതാൻ വരെ കുട്ടികൾ ഈ ഒരു ഫോർമുല അനുസരിച്ച് പോവുകയും ഫെബ്രുവരി 19 പ്രോസ്പെക്ടസ് തയ്യാറാക്കിയ പ്രകാരം ഇങ്ങനെ പോവുകയും അതേസമയം ഈ റിസൾട്ട് വരുന്നതിന് 1 അവർ മുമ്പേ ഇതിൽ മാറ്റം വരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്. അതിനെ അനുകൂലിച്ച് തന്നെയാണ് ഹൈക്കോടതി ഈ ജസ്റ്റിസ് DK സിംഗിന്റെ ഇങ്ങനത്തെ ഒരു വിധി പെട്ടെന്ന് വരികയും ഉണ്ടായത്. CBSE വിദ്യാർത്ഥികൾ കോടതിയെ ഇത് തങ്ങളുടെ പ്രവേശനത്തിന് അല്ലെങ്കിൽ CBSE സിലബസ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഇത് പ്രശ്നമാകുന്നു എന്ന് കാണിച്ച് ഹൈക്കോടതിയെ സമീപിച്ച ഹർജിയിന്മേലാണ് നടപടി. എന്തായാലും ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഹർജി പരിഗണിക്കുകയാണ്. ആര്യ, തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 76,000-ലധികം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. എന്തായാലും സർക്കാരിന്റെ അപ്പീൽ ഇത്തവണ വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാർ അപ്പീലിനെതിരായ ഒരു വിധിയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപക്ഷെ പുതിയ റാങ്ക് പട്ടികയുടെ പുറത്താകും. ഈ പ്രവേശനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അവർക്ക് പ്രവേശനം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നതും ആശങ്കയാണ്. അതോടൊപ്പം ഈ പ്രവേശന നടപടികൾ ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുമെന്നുള്ള ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. സാരംഗ് നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുമ്പോൾ ഈ വിഷയം ചർച്ചയാകും. സർക്കാർ പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന സാഹചര്യമാണ്. ഈ വിഷയത്തെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യാനാണ് സർക്കാർ തലത്തിൽ ആലോചനകൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും ആര്യ, ഇത്തരത്തിൽ ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമ്മോട് പ്രതികരിച്ചിരുന്നു. ഇതൊരു കോടതിയുടെ വ്യവഹാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വിഷയമാണ്. അത് പ്രൊവിഷൻ ഉണ്ട്, അതായത് കൂടുതൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു പ്രൊവിഷൻ ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഇന്ന് ചേരുന്ന ക്യാബിനറ്റ് ചർച്ചയിൽ ഈ വിഷയം എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്യുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യുമെന്നായിരുന്നു നമ്മളെ അറിയിച്ചത്. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇതൊരു വിദ്യാർത്ഥികളെ, സർക്കാർ സിലബസിലെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു കാര്യം ആയതിനാൽ തന്നെയാണ് സർക്കാർ
കാര്യത്തിൽ ഇടപെട്ടത്. പക്ഷേ അതിൽ വളരെ വൈകി വന്നൊരു തീരുമാനം, അതായത് റിസൾട്ട് വരുന്നതിന് 1 മണിക്കൂർ മുൻപേ എടുത്തൊരു തീരുമാനം എന്ന രീതിയിൽ അതിന് എത്രത്തോളം നിയമസാധുതയുണ്ട് എന്ന് നോക്കിയതിന് ശേഷമായിരുന്നു കോടതി ഇത്തരത്തിലൊരു ഈ ഒരു ഫലം റദ്ദാക്കിയത്. പക്ഷെ അതിന് ഈ ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം നമ്മളോട് പ്രതികരിച്ചത്. അതായത് പ്രോസ്പെക്ടസിൽ ഇത്തരത്തിലൊരു മാറ്റം വരുത്താൻ എന്ന രീതിയിൽ സർക്കാരിന് സാധിക്കുമെന്ന രീതിയിലായിരുന്നു ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം നമ്മോട് പ്രതികരിച്ചത്. ഇതിൽ എന്തായാലും സർക്കാർ നിയമ പോരാട്ടത്തിന് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം. കാരണം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു ഫലം അധികം വൈകുന്നതനുസരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ബാധിക്കും. കാരണം ക്ലാസുകൾ ആരംഭിക്കുന്നതിനും അഡ്മിഷൻ എന്നീ കാര്യങ്ങൾക്കെല്ലാം കാലതാമസം നേരിടും. ഒരു അധ്യയന വർഷം മുഴുവനായി തന്നെ ലഭിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് എത്താത്ത രീതിയിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ നിലവിൽ ആലോചിക്കുന്നത്. തീർച്ചയായും സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ മറ്റൊരു ഫോക്കസ് എന്ന് പറയുന്നത് ഈ കേരള സർവകലാശാലയിൽ പോര് തുടരുന്നു എന്നതാണ്. വൈസ് ചാൻസലറുടെ വിലക്ക് ലംഘിച്ച് രജിസ്ട്രാർ അനിൽകുമാർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തും. അനിൽകുമാറിന്റെ അവധി അപേക്ഷ ഇന്നലെ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ തള്ളിയിരുന്നു. ഡിവൈഎഫ്ഐയും SFIയും ഇന്ന് സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തും. സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുന്ന SFI രാജ്ഭവനിലേക്കാണ് മാർച്ച് നടത്തുന്നത്. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. സാരംഗ്, ഗവർണർക്കും VCക്കും എതിരായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും പ്രതിഷേധം അത് ശക്തമായി തുടരുന്നു എന്നത് ഒരു സാഹചര്യം. SFI സംസ്ഥാന വ്യാപകമായി ഇന്ന് പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. അതിനപ്പുറം VC രജിസ്ട്രാർ പോര് അതും മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വീണ്ടും രജിസ്ട്രാർ ഈ സസ്പെൻഷൻ നടപടിയൊക്കെ ലംഘിച്ചുകൊണ്ട് താൻ സസ്പെൻഷനിലല്ല, സിൻഡിക്കേറ്റ് സസ്പെൻഷൻ നടപടി റദ്ദാക്കിയിരുന്നു എന്നുള്ള ഒരു വാദവുമായി സർവകലാശാല ആസ്ഥാനത്തേക്ക് വീണ്ടും എത്തുമ്പോൾ അത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ ഒരുപക്ഷെ സാക്ഷ്യം വഹിക്കില്ലേ? ഉറപ്പായും തീർച്ചയായും. മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടതുപോലെ സർവകലാശാല മറ്റൊരു സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളൊരു ദിവസമാണിന്ന്. കാരണം ഭാരതാംബയിൽ തുടങ്ങി രാഷ്ട്രീയ പോരിലേക്കും നിയമ പോരാട്ടത്തിലേക്കും അത്തരത്തിൽ VCയും രജിസ്ട്രാറും തമ്മിലുള്ള പോരാട്ടത്തിലൊക്കെ അടക്കം ഈ ഒരു വിഷയം കടന്നിരിക്കുകയാണ്. ഇത് പലതരത്തിലാണ് ഈ ഒരു കേരളത്തിൽ നമ്മളത് സാക്ഷിയാണ്. കാരണം ഗവർണർ സർക്കാർ പോരാട്ടമുണ്ട്, അതേപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളും ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പല തീരുമാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മിനിഞ്ഞാന്ന് തന്നെ SFI ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനൊപ്പം തന്നെ VCയും രജിസ്ട്രാറും തമ്മിലുള്ള വിഷയം, അതായത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത ഒരു നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം ചേരുകയും ആ ഒരു നടപടി റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ രജിസ്ട്രാർ ഇങ്ങനെ ഒരു ദിവസത്തെ അവധിയിൽ പ്രവേശിക്കാൻ വേണ്ടി അപേക്ഷ നൽകിയത്. അപ്പോൾ തന്നെ സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെ അവധി നൽകും എന്ന രീതിയിൽ ഈ ഒരു അപേക്ഷ VC നിരസിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്നാണ് രജിസ്ട്രാർ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ VC കൃത്യമായി അറിയിച്ചിട്ടുണ്ട് ഈ ഒരു സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നൊരു സൂചന ഇതിനൊപ്പം തന്നെ VC മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഇതൊരു രാഷ്ട്രീയ പോരാട്ടത്തിനൊപ്പം തന്നെ നിയമ പോരാട്ടവും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു കനത്ത പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഭാരതാംബയിൽ തുടങ്ങി പല തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളും സർക്കാരും ഒപ്പം തന്നെ VCയും ഗവർണറും ചേരിതിരിഞ്ഞുള്ള രീതിയിലുള്ള ഒരു പോരാട്ടത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതിൽ എത്രയും പറയാനുള്ള വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനം, സിൻഡിക്കേറ്റിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് VC രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അതേ അധികാരം ഉപയോഗിച്ച് സിൻഡിക്കേറ്റ് യോഗം ചേരുകയും VCയുടെ അസാന്നിധ്യത്തിൽ ഉയർന്ന ഉന്നത ഒരു ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഈ ഒരു തീരുമാനം റദ്ദാക്കുകയും തുടർന്ന് ഇതിന് നിയമസാധുതയില്ല എന്ന് പറഞ്ഞ് VC ഈ തീരുമാനത്തെ തള്ളുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ കടക്കുന്നത്. രജിസ്ട്രാർ ഇന്ന് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ മാർച്ചുണ്ട് യൂണിവേഴ്സിറ്റിയിലേക്ക്, ഒപ്പം തന്നെ രാജ്ഭവനിലേക്ക് SFI നടത്തുന്ന മാർച്ചുണ്ട്. ഇത്തരത്തിൽ ഇന്നും സമരമുഖരിതമാണ് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസും യൂണിവേഴ്സിറ്റി ആസ്ഥാനവും ഒപ്പം തന്നെ ഈ രാജ്ഭവനും. തീർച്ചയായും സാരംഗ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നും സമര മുഖരിതമായിരിക്കും യൂണിവേഴ്സിറ്റി ക്യാമ്പസും അതോടൊപ്പം തന്നെ രാജ്ഭവന്റെ കവാടവും ഒക്കെ എന്നുള്ളതാണ് സാഹചര്യം. എന്തായാലും ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിന് കൂടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് SFI എന്നതാണ് സാഹചര്യം.
സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. മലപ്പുറത്തെത്തിയ കേന്ദ്ര സംഘം സാഹചര്യം പഠിച്ച് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും. 498 പേരാണ് സംസ്ഥാനത്ത് സമ്പർക്ക പട്ടികയിലുള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ വരെ തുടരാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. നിപ ബാധിച്ച പാലക്കാട് സ്വദേശിയായ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. നിപ ആശങ്ക അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമായി നിൽക്കുന്നു. അതിനിടയിൽ കേന്ദ്ര സംഘം മലപ്പുറത്ത് തുടരുന്നുണ്ട്. കേന്ദ്ര സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ അവർ എപ്പോഴത്തേക്ക് റിപ്പോർട്ട് സമർപ്പിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഹരിയ, ഗുഡ് മോർണിംഗ്. നിപയുടെ ആശങ്ക മലപ്പുറത്തും പാലക്കാടും ഒരുപോലെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സംഘം ഇപ്പോൾ സംസ്ഥാനത്തെത്തിയിട്ടുള്ളത്. ഇന്നലെയാണ് മലപ്പുറം ജില്ലയിലെത്തിയത്. 10 അംഗ സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ ഇന്നലെ DMOയുമായിട്ടും അതുപോലെ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടും ചർച്ചകൾ നടത്തി, കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ഈ നിപയുടെ ഔട്ട്ബ്രേക്കിൻ്റെ കാരണം, അതിന് പ്രഭവ കേന്ദ്രം കണ്ടെത്തുക തുടങ്ങിയ അതിൻ്റെ രീതി, ഈ നിപ ഏത് സ്വഭാവത്തിലുള്ളതാണ് തുടങ്ങിയ മനസ്സിലാക്കുക, അത്തരത്തിലുള്ള വിവിധ കാര്യങ്ങളാണ് ഈ ഒരു കേന്ദ്ര സംഘത്തിൻ്റെ പഠനത്തിൻ്റെ ഉദ്ദേശം. അവർ ഈ വവ്വാലുകളെ നിരീക്ഷിക്കുന്നതിനും സർവേക്കുമായിട്ട് മറ്റൊരു സംഘവും അടുത്ത ദിവസം മലപ്പുറത്തെത്തും. തുടർച്ചയായിട്ട് എന്തുകൊണ്ട് മലപ്പുറം കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ, ഈ നിപ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതേക്കുറിച്ചൊരു വിശദമായ പഠനവും സംഘം അല്ലെങ്കിൽ റിപ്പോർട്ട് സംഘം തയ്യാറാക്കും. ഏറ്റവും അവസാനമായിട്ട് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരം 498 പേരാണ് നിപ സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. അതിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 203 പേരും കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള 116 പേരും ഉൾപ്പെടുന്നുണ്ട്. 2 പേർ എറണാകുളത്താണുള്ളത്. ഇതിലേറ്റവും ആശ്വാസം നൽകുന്ന ഒരു കാര്യം, ആരുടെയും സാമ്പിളുകൾ പോസിറ്റീവായിട്ടില്ല എന്നുള്ളതാണ്. 46 സാമ്പിളുകൾ മലപ്പുറത്ത് നിന്ന് പരിശോധനയ്ക്ക് അയച്ചത് 46 നെഗറ്റീവായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 5 പേരുടെ ഫലവും നെഗറ്റീവായിട്ടുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമില്ല എന്നത് തന്നെയാണ് ഇതുവരേക്കുമുള്ള ഈ ഒരു പരിശോധനാ ഫലങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ ഒരു സെപ്റ്റംബർ വരേക്കും ഇതേ ജാഗ്രതയിലും ഇതേ നടപടിക്രമങ്ങളും തുടരുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ ഈ മങ്കടയിലെ നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ ഹൈറിസ്ക് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന 78-കാരി മരിച്ചപ്പോൾ നിപ പരിശോധന നടത്താതെ മൃതദേഹം വിട്ടുകൊടുത്തിരുന്നത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. തുടർന്ന് അവരുടെ പരിശോധനാ ഫലം നെഗറ്റീവായത് ഒരു തരത്തിലും ഒരു ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം നിലവിലില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ്. അത്തരത്തിൽ സർക്കാരിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ കാരണം എന്താണ് എന്ന് അറിയാത്തതാണ്. ഏത് മേഖലയിൽ നിന്നുള്ള വവ്വാലുകളിൽ നിന്നാണ്, എന്തുകൊണ്ടാണ് തുടർച്ചയായത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതിൽ ആശ്വാസം നൽകുന്ന ഒരു കാര്യം, സമ്പർക്ക പട്ടികയിലുള്ള ആരുടെയും പരിശോധനാ ഫലം ഇതുവരെ പോസിറ്റീവായിട്ടില്ല എന്നതാണ്. ആര്യ, തീർച്ചയായും CV അനുമോദാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിപ ഭീതിയുടെ, ഈ നിപ ഉണ്ടായതിന്റെ കാരണം, ഉറവിടം കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഘടകം എന്ന് പറയുന്നത്. അതിനപ്പുറം ഇത് വ്യാപിക്കുന്നില്ല എന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള സാഹചര്യമാണ്. സമ്പർക്ക പട്ടികയിലുള്ള ആരുടെയും പരിശോധനാ ഫലം ഇതുവരെയും പോസിറ്റീവായിട്ടില്ല എന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ UDF ഏകോപന സമിതി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ്. രാവിലെ 10:30 കളമശ്ശേരി ചക്കോളാസ് കൺവെൻഷൻ സെന്ററിലാണ് UDF യോഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ മുഖ്യ ചർച്ചാ വിഷയമാകും. മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളും UDF യോഗത്തിൽ ഇടം പിടിക്കുമെന്നാണ് സൂചന. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ UDF യോഗമാണ് എന്നതാണ് ഒരു പ്രത്യേകത. അതിനപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുകയാണ്. അതിനുള്ള സജീവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലുള്ള യോഗമാണ്. അപ്പോൾ ഇനിയുള്ള തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിൽ നേരിടണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള സമഗ്രമായ ചർച്ച ഇന്ന് നടക്കും. മുന്നണി വിപുലീകരണം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏറെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിൻ്റെ മുന്നൊരുക്കങ്ങളായിരിക്കും പ്രധാനമായും UDF ഏകോപന സമിതി ചർച്ച ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് 10:30 കളമശ്ശേരി ചാക്കോള സെൻറ്ററിൽ UDF യോഗം തുടങ്ങുന്നത്.
പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ മുന്നൊരുക്കങ്ങൾ, അതിനു വേണ്ടിയുള്ള മറ്റുള്ള തയ്യാറെടുപ്പുകൾ, മറ്റു തരത്തിലുള്ള ഏകീകരണങ്ങളൊക്കെ ഇതിൽ UDF യോഗത്തിൽ ചർച്ചയാക്കും. അതേസമയം ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഏതൊക്കെ തരത്തിൽ ഏകോപിപ്പിക്കാം എന്നുള്ള കാര്യം പ്രധാന ചർച്ചയുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷം ആരോഗ്യ വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനെതിരെ വലിയ പ്രതിഷേധത്തിലാണ്. അത് ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി UDFന്റെ പ്രധാനപ്പെട്ട അജണ്ട അത് തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. അത്തരമൊരു പ്രതിഷേധം അത് കൂടുതൽ ഏത് തരത്തിൽ ഏകോപിപ്പിക്കാം എന്നുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. അതുപോലെ മുന്നണി വിപുലീകരണം മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ട മുന്നണി വിപുലീകരണമാണ്. മുന്നണി വിപുലീകരണത്തിലുള്ള ചർച്ചകളും UDF ഏകോപന സമിതി നടക്കുമെന്നാണ് കഴിയുന്നത്. 10:30 മണിയോടുകൂടിയാണ് UDF ഏകോപന സമിതി ആരംഭിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും എത്തുമെന്ന് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള എടുക്കാം. വീണ്ടും വാർത്തകളിലേക്ക്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം ജീവൻ നിലനിർത്തുന്നത്. വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാൻ ഡയാലിസിസ് തുടരുന്നുണ്ട്. സാരംഗ് നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. സാരംഗ്, VSന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണല്ലേ? തീർച്ചയായും ആര്യ, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതികൾ മാത്രമായിരുന്നു ആശുപത്രിയിൽ കഴിഞ്ഞ മാസം 23-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഡോക്ടർമാർ നമ്മോട് പങ്കുവച്ചത്. അതായത് ചെറിയൊരു പുരോഗതി മാത്രമായിരുന്നു ഇത്രയും ദിവസത്തിനിടയ്ക്ക് ഉണ്ടായിരുന്നത്. അതായത് ഇതിനൊപ്പം തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടൊപ്പം അതിനൊപ്പം തന്നെ ഈ ഒരു ഡയാലിസിസ് മറ്റ് ജീവൻ രക്ഷാ മരുന്നുകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 7 അംഗ വിദഗ്ധ സംഘവും ഈ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാർ അടക്കമുള്ള സംഘമാണ് ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നത്. ദിവസവും ഇത്തരത്തിൽ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയതിനു ശേഷം മെഡിക്കൽ ബോർഡ് ചേർന്ന് അതിനുശേഷമാണ് നമുക്ക് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തേക്ക് ഇറക്കുന്നത്. ഇന്നലെ അടക്കം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഒരു ഹൃദയാഘാതത്തിന്റെയും ഒപ്പം തന്നെ മുൻപ് ഉണ്ടായിട്ടുള്ള പക്ഷാഘാതത്തിന്റെയൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട്. അതുമാത്രമല്ല അതിനൊപ്പം തന്നെ പ്രായാധിക്യത്തിന്റെ ഭാഗമായുള്ള മറ്റ് അസുഖങ്ങളുടെ ബുദ്ധിമുട്ടും അദ്ദേഹം നേരിടുന്നുണ്ട്. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആര്യ, തീർച്ചയായും സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. സ്കൂൾ സമയമാറ്റത്തിനെതിരായ സമരത്തിൽ സമസ്തയിൽ ഭിന്നത. സർക്കാരിനെതിരായ സമരം ലീഗ് സ്പോൺസേഡ് എന്ന ലീഗ് വിരുദ്ധ വിഭാഗം. ഇന്ന് കോഴിക്കോട് നടക്കുന്ന മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സമര സംഗമത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിൽക്കും. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഗുഡ് മോർണിംഗ്. മദ്രസ പഠനത്തെ ഈ സ്കൂൾ സമയമാറ്റം അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള വിഷയം ഉയർത്തിക്കൊണ്ട് സമരമുഖത്തേക്ക് സമസ്ത എത്തുമ്പോഴും സമസ്തയിൽ ഒരേ സ്വരമില്ല ഈ സമരത്തോട് എന്നതാണ് സാഹചര്യം, അല്ലേ? തീർച്ചയായും ഈ സ്കൂൾ സമയം രാവിലെയും വൈകിട്ടുമായി 1/4 മണിക്കൂർ വീതമാണ് മാറ്റം വന്നിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറിൻ്റെ മാറ്റം ഈ സ്കൂൾ മാറ്റത്തിലൂടെ ഉണ്ടാകുന്നു. ഇതുമൂലം രാവിലെ മദ്രസ പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾക്ക് നേരത്തെ പോകുന്നതിനോ അല്ലെങ്കിൽ സമയത്ത് ഇറങ്ങുന്നതിനോ പോലും നടക്കുന്നില്ല എന്ന വിമർശനമാണ് സമസ്ത ഉന്നയിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രി അടക്കം കണ്ടു, തങ്ങളുടെ പരാതികൾ പറയുകയും ചെയ്തു. എന്നാൽ ഈ പരാതി പറഞ്ഞ ശേഷവും ഒരു അനുകൂലമായ നിലപാട് ഉണ്ടാവുന്നില്ല എന്ന വിമർശനമാണ് ഈ സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. നമുക്കറിയാം, ഈ പ്രസ്താവനകൾക്കപ്പുറം മറ്റ് വിമർശനങ്ങളൊന്നും ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളോ അല്ലെങ്കിൽ ലീഗ് വിരുദ്ധരായി സമസ്തയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന മറ്റ് നേതാക്കളോ ഇതുവരെ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. അവർ ഈ ചർച്ചകൾ നടക്കട്ടെ, അല്ലെങ്കിൽ സമവായത്തിന്റെ വഴി തെളിയട്ടെ. ചില ഫോമുലകൾ തങ്ങളുടെ പക്കലുണ്ട്. ഈ രാവിലെയാണ് മദ്രസാ പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ സമയനഷ്ടം ഈ പുതിയ ക്രമീകരണത്തിലൂടെ വരുന്നത്. മറിച്ച് വൈകുന്നേരം അതിനനുസരിച്ചുള്ള ഒരു സമയമാറ്റം ഈ 4:15 എന്നുള്ളത് 4:30 വരെ അധ്യയന സമയം ആക്കിയാൽ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള പോംവഴികളുണ്ട്. അത് ആലോചിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ നേരിട്ടൊരു പ്രക്ഷോഭത്തിന്റെ പാതയിലേക്കും മറ്റും വീണ്ടും
പോകുന്നത് ഒരു ശരിയായ നിലപാടല്ല എന്ന നിലപാടാണ് ഈ സമസ്തയിലെ തന്നെ ലീഗ് വിരുദ്ധരായ ആളുകൾ കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സമരത്തിൽ ഈ വിഭാഗം നേതാക്കൾ ആരും പങ്കെടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ലീഗ് വിരുദ്ധരായി ഈ സമസ്തയിൽ നിലനിൽക്കുന്ന സജീവ പ്രവർത്തകരടക്കമുള്ളവരും ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 10 മണിക്കാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ ഈ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരായ അല്ലെങ്കിൽ ഈ സമയമാറ്റത്തിനെതിരായ സമര സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈ സംഗമത്തിന് ശേഷം നിരവധി പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നാണ് ഈ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ നേരത്തെ പ്രഖ്യാപിച്ചത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാരാണ് ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റ് ഈ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമുണ്ട്. എന്തായാലും ഏറെ നാളുകളായി തന്നെ ഈ സമസ്തയ്ക്കുള്ളിൽ ഒരു ഭിന്നത നിലനിൽക്കുന്നത് ഈ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനും സുല്ലി മഹൽ ഫെഡറേഷൻ പോലുള്ള ഇത്തരം ചില സംഘടനകളെ ഈ പൂർണ്ണമായും ലീഗ് അനുകൂലികളായ ആളുകൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. അവയുടെ തെരഞ്ഞെടുപ്പിൽ പോലും ചില പ്രശ്നങ്ങളുണ്ട് എന്നതടക്കമുള്ള ചില ആരോപണങ്ങളും ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ തുടർച്ചയായാണ് ഈ വിഷയത്തിലും കാര്യമായ ഒരു സഹകരണം വേണ്ട എന്ന ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ യോഗം നടന്നു കഴിഞ്ഞ് നമുക്ക് വ്യക്തമാവും ഏതൊക്കെ വിഭാഗത്തിലുള്ള നേതാക്കന്മാർ പങ്കെടുത്തു, ഏത് തരത്തിലാണ് ഭിന്നതകൾ നിൽക്കുന്നത്. നിലവിൽ ഈ പരസ്യമായ ഈ ഒരു വിമർശനം പുറത്തു പറയേണ്ടതില്ല എന്നതാണ് ഈ സമസ്തയുടെ ലീഗ് വിരുദ്ധരുടെ ഒരു നയമായി സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഈ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളടക്കം പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരസ്യമായ വിമർശനം സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ഈ പരിപാടി നടത്തുന്ന മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനെതിരെയോ ഉന്നയിക്കേണ്ടതില്ല എന്നൊരു നിലപാടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഭിന്നത മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. ആര്യ, തീർച്ചയായും. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. കേരള തീരത്തെ MSC എൽസ 3 കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരം തേടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 9,503 കോടി രൂപയുടെ അഡ്മിറാൽറ്റി സ്യൂട്ടാണ് സംസ്ഥാനം ഫയൽ ചെയ്തിരിക്കുന്നത്. വിഷയത്തിൽ സർക്കാർ ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുക നൽകാനാകുമോ എന്ന കാര്യത്തിൽ കപ്പൽ കമ്പനി ഇന്ന് കോടതിയിൽ നിലപാട് അറിയിക്കും. ആജ്ഞ രവീന്ദ്രൻ വീണ്ടും ചേരുകയാണ് വിവരങ്ങളുമായി. ആജ്ഞ, നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളെ എത്രത്തോളം ഈ വിഷയം ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതോടൊപ്പം ഇപ്പോൾ ഉണ്ടാകുന്ന ഇനി വരാൻ പോകുന്ന ഗുരുതരമായ പാരിസ്ഥിതിക ആഘാതം അത് കേരള തീരത്തെ വല്ലാതെ ബാധിക്കും. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്ര വലിയൊരു നഷ്ടപരിഹാര തുക വേണം എന്ന ആവശ്യം കേരളം മുന്നോട്ട് വെക്കുന്നത് കോടതിയിൽ നിന്ന്. ഇന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? MSC എൽസ 3 കപ്പലപ്പടവുമായി ബന്ധപ്പെട്ട 9,531 കോടി രൂപയുടെ അഡ്മിറാൽറ്റി സ്യൂട്ടാണ് കേരളം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇത് 2017 അഡ്മിറാൽറ്റി നിയമം അനുസരിച്ച് ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെട്ട് വേണം ഇത് ഈ പണം വാങ്ങാൻ അല്ലെങ്കിൽ നഷ്ടപരിഹാര തുക വാങ്ങാൻ എന്ന് ആവശ്യപ്പെട്ടാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ മറ്റ് അക്കിറ്റേറ്റ 2 എന്ന് പറയുന്ന മറ്റൊരു കപ്പൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. പ്രത്യേകിച്ചും ആര്യ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ പരിസ്ഥിതി മേഖലയിൽ തന്നെ അപകടമുണ്ടായതുകൊണ്ട് കേരളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ജൈവ പ്രശ്നങ്ങൾ, അതായത് ജൈവ സമ്പത്ത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മത്സ്യബന്ധനത്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്ന മത്സ്യത്തിന്റെ അളവ് കൂടി, അതായത് അപകടത്തിന് മുൻപും ശേഷമുള്ള അളവ് കൂടി, അതിൽ വന്ന കുറവ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നഷ്ടപരിഹാര തുകയ്ക്ക് മുന്നോട്ട് പോയതെന്നാണ് സംസ്ഥാന സർക്കാർ നേരത്തെ കോടതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കപ്പൽ കമ്പനിയുടെ നിലപാട് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. കോടതിയിൽ അവർ ഈ 9,531 കോടി രൂപ കേരളത്തിന് നൽകാൻ തയ്യാറാകുമോ എന്നുള്ള കാര്യം കപ്പൽ കമ്പനി ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ കപ്പൽ അപകടം ഉണ്ടായപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആശങ്ക മുന്നോട്ട് വെച്ചിരുന്നത് പരിസ്ഥിതി പ്രശ്നം തന്നെയായിരുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഈവൻ മത്സ്യം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ കടൽ സീ ഫുഡ്സ് കഴിക്കാൻ പറ്റില്ല എന്ന്, കടൽ വിഭവങ്ങൾ കഴിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് കൂടി അത്തരം ആശങ്കകളിലേക്ക് കൂടി അത് വ്യാപിച്ചിരുന്നു. അതുണ്ടാക്കിയിരുന്ന സാമ്പത്തിക നഷ്ടം ചെറുതൊന്നുമല്ല, മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ടം ചെറുതൊന്നുമല്ല. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പരിസ്ഥിതി മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ തരത്തിലുള്ള കെമിക്കൽ ചേഞ്ചുകൾ അത് രൂക്ഷമായി സാരമായി ബാധിക്കും. ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ
ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 9,531 കോടി രൂപ കേരളത്തിന് നൽകുമോ അല്ലെങ്കിൽ നൽകാൻ തയ്യാറാണോ? ഈ കാര്യത്തിൽ ഇന്ന് കപ്പൽ കമ്പനി കൃത്യമായ നിലപാട് ഹൈക്കോടതിയെ അറിയിക്കും. ആര്യ, തീർച്ചയായും. ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത വെള്ളക്കെട്ടാണ്. വ്യോമഗതാഗതത്തെയും മഴ ബാധിച്ചു. ആയിഷത്തുൽ ഷംനയാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഷംന, ഗുഡ് മോർണിംഗ്. മഴക്കെടുതിയും അതോടൊപ്പം തന്നെ അതിശക്തമായ മഴയും ഉത്തരേന്ത്യയിൽ ആകെ തുടരുകയാണ്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? ആര്യ, ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി അതിശക്തമായ മഴയാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഏകദേശം 5:30 മുതൽ 8:30 വരെ റെക്കോർഡ് മഴയാണ് രേഖപ്പെടുത്തിയത്. 60 mm മഴ ഈ 3 മണിക്കൂറിൽ മാത്രം ലഭിച്ചു എന്നാണ് കണക്ക്. ഇതോടുകൂടി തന്നെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത വെള്ളക്കെട്ടാണ്. ഗതാഗതമൊക്കെ ഏറെ മണിക്കൂറുകളോളം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയൊക്കെ മെട്രോ സ്റ്റേഷനുകളുടെ സർവീസുകളെ വരെ ബാധിക്കുന്ന തരത്തിൽ അത്രയധികം ഈ വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കും മറ്റും ഡൽഹിയെ വലച്ചിരിക്കുകയാണ്. എന്തായാലും വ്യോമഗതാഗതത്തെ കൂടി ഈ വെള്ളക്കെട്ട് കാര്യമായി തന്നെ ബാധിച്ചു. 6 വിമാനങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ഇന്നലെ വഴിതിരിച്ചു വിട്ടത്. അങ്ങനെ അതിശക്തമായ മഴ തുടരുന്നു എന്നതാണ് സാഹചര്യം. പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ നഗരത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ നെഹ്റു പ്ലേസ്, അരബിന്ദോ മാർഗ്, കൈലാഷ് കോളനി, MG റോഡ്, നാഷണൽ ഹൈവേ 8 തുടങ്ങിയ മേഖലകളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. ഇത് പ്രത്യേകിച്ച് ഈ മറ്റ് പ്രദേശങ്ങളിൽ, അതായത് ഈ നഗരത്തിൽ നിന്ന് മാറിയുള്ള പ്രദേശങ്ങളിൽ പോലും വെള്ളക്കെട്ടുണ്ട്. അവിടെയൊക്കെ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ വാഹനങ്ങൾക്ക് മുകളിൽ വരെ വെള്ളം എത്തുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് വെറും 3 മണിക്കൂർ കൊണ്ടാണ് റെക്കോർഡ് മഴ രേഖപ്പെടുത്തിയത്. അതിനുശേഷവും ഡൽഹിയിൽ ശക്തമായ മഴ തുടരുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ ഇന്നലെ രാവിലെയൊന്നും ഡൽഹിയിൽ മഴ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഉച്ചയോടുകൂടി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം വൈകിട്ടോടുകൂടി മഴ കനത്തതോടെയാണ് പിന്നീട് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചത്. ഇതും കൃത്യമായി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ല എന്ന തരത്തിലൊക്കെ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും അതിനുശേഷം പിന്നീട് ഇന്നും ഇപ്പോൾ ഡൽഹിയിൽ റെഡ് അലേർട്ടാണ്. അതിശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഒപ്പം ഈ വെള്ളക്കെട്ട് ഇത്ര രൂക്ഷമായതാണ് ജനങ്ങളുടെ ജീവിതം തന്നെ ദുരിതത്തിലാക്കുന്നത്. കാരണം ഗതാഗതമൊക്കെ ഇന്നലെ മണിക്കൂറുകളോളം ഈ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു നിലയിലേക്കായിരുന്നു ഇന്നലെ സാഹചര്യങ്ങൾ എത്തിയിരുന്നത്. ഇന്നും രാവിലെയും ഏകദേശം ഇത് തന്നെയാണ് സ്ഥിതി. ഈ വെള്ളക്കെട്ട് താഴ്ന്നിട്ടില്ല ഇതുവരെയും. അതോടുകൂടി ഇനി വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ കൂടി ഡൽഹിയിൽ മഴ തുടർന്നാൽ വലിയ ബുദ്ധിമുട്ടിലാകും ജനം. അക്കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നഗരം, ഡൽഹി മാത്രമല്ല, ഒപ്പം ഹരിയാനയിലും വെള്ളക്കെട്ടും കനത്ത മഴയും ഒക്കെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ആര്യ, തീർച്ചയായും ജനജീവിതം അത്രത്തോളം ദുസ്സഹമായിരിക്കുന്ന സാഹചര്യമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, നമ്മുടെ അഭിമാനമായി ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ശുഭാംശുവിൻ്റെ മടക്കം വൈകിയേക്കും എന്നതാണ് പുതിയ വാർത്ത. കാലാവസ്ഥ അടക്കമുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് മടക്കം. 60ഓളം ശാസ്ത്ര പരീക്ഷണങ്ങളാണ് ഇതുവരെ നടത്തിയത്. ഞായറാഴ്ച ISRO ചെയർമാൻ ഡോക്ടർ V നാരായണനുമായും VSSC ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരുമായും ശുഭാംശു ആശയവിനിമയം നടത്തി. ബഹിരാകാശ നിലയത്തിൽ 2 ആഴ്ച കാലത്തെ വാസം പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഇന്ന് മടങ്ങും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മടക്കയാത്ര വൈകും എന്നാണ് വിവരം. യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ആക്സിയം 4 ദൗത്യത്തിൽ ശുഭാംശുവിനോടൊപ്പമുള്ള പോളണ്ടിൽ നിന്നുമുള്ള ബഹിരാകാശ യാത്രികനായ സ്ലോവോസ് ഉസ്നാൻസ്കി വിൻസ്കി ജൂലൈ 14 ശേഷമേ മടങ്ങിയെത്തൂ എന്നാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി അറിയിച്ചത്. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് ഈ സംഘത്തിന് 14-ാം തീയതിക്ക് ശേഷമേ മടക്കയാത്ര ആരംഭിക്കാൻ സാധിക്കൂ. സമയവും യാത്രാ പദ്ധതിയും ആക്സിയം കമ്പനിയും നാസയും ഇതുവരെയും വ്യക്തമായി പുറത്തുവിട്ടിട്ടില്ല. ജൂൺ 26-നായിരുന്നു ഫാൽക്കൺ 9 റോക്കറ്റിൽ ഘടിപ്പിച്ച ഡ്രാഗൺ പേടകത്തിൽ ശുഭാംശു ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. ISSൽ ഡോക്ക് ചെയ്തിരിക്കുന്ന ഡ്രാഗൺ പേടകം അൺഡോക്ക് ചെയ്ത് അതിൽ ആണ് ഈ സംഘത്തിന്റെ മടക്കയാത്ര. വലിയ നേട്ടങ്ങളുമായാണ് ശുഭാംശു ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം പിന്നിട്ട ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് ശുഭാംശു ശുക്ല സ്വന്തമാക്കി കഴിഞ്ഞു. 7 ദിവസം 21 മണിക്കൂർ 40 മിനിറ്റ് എന്ന രാകേഷ് ശർമ്മയുടെ റെക്കോർഡാണ് മറികടന്നത്.
ജൂൺ 26-ന് ബഹിരാകാശ പേടകത്തിൽ എത്തിയ ശുഭാംശു ഇന്ന് 14 ദിവസം തികയ്ക്കുകയാണ്. ജൂലൈ 3 വരെയുള്ള കാലയളവിൽ ആക്സിയം 4 ദൗത്യസംഘം ഭൂമിക്ക് ചുറ്റും 113 ഭ്രമണങ്ങൾ പൂർത്തിയാക്കി. 46.6 ലക്ഷം കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തിന്റെ 12 മടങ്ങാണ് ഈ ദൂരം. ഗുരുത്വബലം കുറഞ്ഞയിടത്ത് ആൽഗകളുടെ വളർച്ച, ടാർഡിഗ്രേഡുകളുടെ ബഹിരാകാശ അതിജീവനം തുടങ്ങിയ പരീക്ഷണങ്ങളിൽ ശുഭാംശു പങ്കാളിയായി. കൃഷി, ഭക്ഷണം, ജീവശാസ്ത്രം എന്നീ മേഖലകളിൽ ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ പരീക്ഷണങ്ങൾ നടത്തി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, ISRO എന്നിവ വികസിപ്പിച്ച വിവിധ പരീക്ഷണങ്ങളാണ് നടത്തിയത്. ബഹിരാകാശത്ത് നട്ടുവളർത്തുന്ന വിത്തുകൾ ഇന്ത്യയിൽ തിരികെ എത്തിച്ച് തുടർ പരീക്ഷണങ്ങൾക്കും വിധേയമാക്കും. ആക്സിയം ദൗത്യത്തിലൂടെ ലഭിച്ച സാങ്കേതിക വിവരങ്ങളും അനുഭവങ്ങളും ഇന്ത്യയുടെ സ്വന്തം ഗഗൻയാൻ ദൗത്യത്തിന് വിലപ്പെട്ടതാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ പ്രവർത്തന രീതികൾ, ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, മൈക്രോഗ്രാവിറ്റി സാഹചര്യങ്ങളിലെ പരീക്ഷണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവ് നേരിട്ട് ലഭിക്കുന്നത് വലിയ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ബഹിരാകാശത്ത് ജീവിക്കുന്നതിൻ്റെയും പ്രവർത്തിക്കുന്നതിൻ്റെയും അനുഭവങ്ങളും പരിചയവും തുടർന്നുള്ള യാത്രികർക്കും പ്രചോദനമാകും. തിരികെ എത്തുന്ന ശുഭാംശു മെഡിക്കൽ നിരീക്ഷണത്തിലാകും. ഫ്ലൈറ്റ് സർജൻമാർ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ഫിസിക്കൽ ട്രെയിനർമാർ എന്നിവർ അടങ്ങുന്ന വൈദ്യസംഘം ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുന്ന സാഹചര്യത്തിലേക്ക് യാത്രികരെ എത്തിക്കും. നേരത്തെ 8 ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ട സുനിത വില്യംസും ബുച്ച് വിൽമോറും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് 9 മാസങ്ങൾക്ക് ശേഷമായിരുന്നു ഭൂമിയിൽ തിരികെ എത്തിയത്. എന്നാൽ ശുഭാംശുവിന്റെ മടക്കയാത്രയ്ക്ക് കൂടുതൽ സാങ്കേതിക തടസ്സങ്ങൾ ഇല്ല എന്നാണ് വിവരം. ബഹിരാകാശത്തെ കാലാവസ്ഥ, ഭൂമിയിലെ അന്തരീക്ഷം തുടങ്ങിയ സാഹചര്യങ്ങൾക്കൊപ്പം സാങ്കേതിക സംവിധാനങ്ങളും കാര്യക്ഷമമായാൽ മടക്കയാത്ര ഉടൻ ഉണ്ടാകും. അഭിമാനത്തോടെ നമുക്ക് ഒരുമിച്ച് ശുഭാംശു ശുക്ലയെ തിരികെ ഭൂമിയിലേക്ക് വരവേൽക്കാം. KP അഭിലാഷിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വൻ ലഹരിവേട്ട. 1.25 കിലോ MDMA-യുമായി 4 പേർ പിടിയിലായി. റൂറൽ ഡാൻസ് ഓഫ് സംഘമാണ് 4-അംഗ സംഘത്തെ പിടികൂടിയത്. സഞ്ജു, നന്ദു, ഉണ്ണിക്കണ്ണൻ, പ്രവീൺ എന്നിവരാണ് പിടിയിലായത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, 1.25 കിലോ MDMA എന്ന് പറയുമ്പോൾ ചെറിയ മീനുകളല്ലല്ലോ പിടിയിലായിട്ടുള്ളത്. തീർച്ചയായും ആര്യ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ലഹരി വേട്ട എന്ന് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് MDMA ഗ്രാം കണക്കിന് മാത്രമാണ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്നും പിടികൂടാറ്. പക്ഷേ ഇത് 1.5 കിലോയോളമാണ് ഇപ്പോൾ MDMA ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരിക്കുന്നത്. വിദേശത്ത് നിന്ന് കടത്തിയെന്നാണ് നമ്മൾക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കല്ലമ്പലത്ത് വെച്ചാണ് ഇവരെ ഡാൻസ് ഓഫിന്റെ പോലീസ് സംഘം ഇത്തരത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്തത്. ഏകദേശം 2 കോടിയോളം രൂപയുടെ MDMA ആണ് നിലവിൽ കണക്കാക്കിയിരിക്കുന്നത്. ഇവരെ ഇതിനു മുൻപ് ഈ പ്രതികളിൽ പലരും ഇതിനു മുൻപും ലഹരി കേസുകൾ പ്രതിയായിട്ടുണ്ടെന്ന് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തി അവിടെ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി ഡാൻസർ സംഘം ഇവരെ തടഞ്ഞു വെക്കുകയും മറ്റേ നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു MDMA പിടികൂടിയത്. അവർക്കൊപ്പം ഉണ്ടായിരുന്ന, അതായത് ഈ നന്ദു, സഞ്ജു എന്നിവരെ ഇതിനു മുൻപ് ഇത്തരത്തിലൊരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ലഭിക്കുന്ന ഒരു വിവരമുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു എയർപോർട്ടിൽ നിന്നാണ് വിദേശത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എയർപോർട്ട് സെക്യൂരിറ്റി ഇവർ ഇത്തരത്തിൽ കടന്നു, ഇത്രയും വലിയ ചെറിയ അളവിലുള്ള ലഹരിയല്ല, വലിയ അളവിലുള്ള ലഹരി എങ്ങനെ ഇവർ വിദേശത്ത് നിന്ന് ഇത്രയും ദൂരം കടത്തിക്കൊണ്ടുവന്നു എന്നുള്ളതടക്കം ഇനി പോലീസിന്റെ അന്വേഷണത്തിലായിരിക്കും മനസ്സിലാവുക. ഇത് വലിയ കണ്ണികൾ തന്നെയാണ്. ആര്യ പറഞ്ഞതുപോലെ തന്നെ വലിയ സംസ്ഥാനത്തിന്റെ ലഹരി കണ്ണികളിൽപ്പെട്ട ഏറ്റവും വലിയ പ്രധാന സംഘത്തിൽപ്പെട്ട ആൾക്കാരെ തന്നെയാണ് ഇപ്പോൾ ഡാൻസേഴ്സ് സംഘം പിടികൂടിയിരുന്നത്. കല്ലമ്പലത്ത് വെച്ചാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. ആര്യ, സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും വൻ ലഹരി വേട്ടയാണ് തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. 1.25 കിലോ MDMA-യുമായാണ് ഇപ്പോൾ 4 പേർ പിടിയിലായിട്ടുള്ളത്. ഇവർ വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്ന MDMA ആണ്. അപ്പോൾ ഈ എയർപോർട്ടിലെ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെ പുറത്തേക്ക് ഇത് എത്തിച്ചു എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്നു. സഞ്ജു, നന്ദു, ഉണ്ണിക്കണ്ണൻ, പ്രവീൺ എന്നിവരാണ് ഇപ്പോൾ ഡാൻസ് ഓഫിന്റെ പിടിയിലായിട്ടുള്ളത്.
നമ്മൾ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നു ഇത്തവണത്തെ ഈ വള്ളംകളി സീസണ് ഔദ്യോഗികമായ തുടക്കം കുറിച്ചുകൊണ്ട് ചമ്പക്കുളം മൂലം ജലോത്സവം കഴിഞ്ഞ ദിവസം നടന്നു എന്നുള്ളത്. അപ്പോൾ ഇത്തവണത്തെ ചമ്പക്കുളം മൂലം ജലോത്സവം കാണാൻ ഒരു അപ്രതീക്ഷിതമായി ഒരു കാഴ്ചക്കാരൻ കൂടിയെത്തി. കുട്ടനാടിനെയും വള്ളംകളിയെയും ഒക്കെ സ്നേഹിക്കുന്ന അയാൾ സാധാരണക്കാർക്കിടയിൽ നിന്ന് ഓരോ മത്സരവും ആവേശകരമായി ആസ്വദിച്ചു. ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് എന്നായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്നത്. ആരാണെന്ന് കണ്ടിട്ട് വരാം. പമ്പയാറ്റിൽ ചമ്പക്കുളം മൂലം വള്ളംകളി വലിയ ആവേശത്തോടു കൂടി നടക്കുമ്പോൾ കാണികൾക്കിടയിൽ ഒരാൾ ഉണ്ട്. സാധാരണ ആളുകളെ പോലെ വള്ളംകളി കാണാനായി ആൾക്കൂട്ടത്തിന് തിരക്കിനിടയിൽ വന്നു നിൽക്കുന്ന ഈ അതിഥി ഗോപിസുന്ദറാണ്, സംഗീത സംവിധായകൻ. എപ്പോഴും ആലപ്പുഴ ചുറ്റിപ്പറ്റിയുണ്ട്, ഹൗസ് ബോട്ടുകളിലുണ്ട്. ഇപ്പോ വള്ളംകളിയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് നിന്ന് മത്സരം കാണുന്നുണ്ട്. അതെ, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് ആലപ്പുഴ. ഞാൻ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതാണ്. സോ ഞാൻ ഇങ്ങനെ മ്യൂസിക് കമ്പോസിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ആലപ്പുഴ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വള്ളംകളി നടക്കുന്നറിഞ്ഞപ്പോ ഇവിടെ വന്ന് കാണാന്ന് വെച്ചു. ആവേശമൊക്കെ കൊള്ളാന്ന് വെച്ചു. നെഹ്റു ട്രോഫി കണ്ടിട്ടുണ്ടോ? നെഹ്റു ട്രോഫി ഒരിക്കൽ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു നെഹ്റു ട്രോഫിയുടെ ഫീൽ? ഭയങ്കര വളമൊന്നും പറയാനില്ല, ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും പറയാം കുട്ടനാടിന് മാത്രം തരാൻ പറ്റുന്ന, ആലപ്പുഴയ്ക്ക് മാത്രം തരാൻ പറ്റുന്ന ഒരു ആവേശമാണല്ലോ ഇത്. ഡെഫിനറ്റ്ലി അത് ഇവിടുത്തെ ഒരു എനർജി കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇത്തവണത്തെ നെഹ്റു ട്രോഫിക്ക് ഉണ്ടാവും. ഫൈനൽ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആർപ്പോ റോ അടിപൊളിയോ, ഭയങ്കര മൂടല്ലേ. അതാണ് എന്തായാലും ആലപ്പുഴ എപ്പോഴും സ്നേഹിക്കുന്ന ആളാണ് ഗോപിസുന്ദർ. ഇടയ്ക്കിടയ്ക്ക് ആലപ്പുഴ വരാറുണ്ട്. ആലപ്പുഴയിൽ ഒപ്പം തന്നെ കായൽ ടൂറിസം മേഖലയിൽ അദ്ദേഹം താമസിക്കാറും ഒക്കെയുണ്ട്. ഇന്നിപ്പോ വളരെ അപ്രതീക്ഷിതമായാണ് വള്ളംകളി കാണുന്ന ഇടത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആളുകൾക്കിടയിൽ ഏറ്റവും പുറകിലായി ഈ പവലിയന്റെ പിന്നിൽ വന്നു നിന്ന് ഗോപിസുന്ദറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വള്ളംകളി കാണുകയായിരുന്നു. അത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് അദ്ദേഹം വള്ളംകളിയെ നോക്കിക്കാണുന്നത്. ചമ്പക്കുളത്ത് നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ, സ്നേഹജൻ, ന്യൂസ് 18. ഇപ്പോൾ വള്ളംകളി കാണാനെത്തിയ സ്പെഷ്യൽ ഗസ്റ്റിനെ നമ്മൾ കണ്ടു. പ്രേക്ഷകർ ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും. രാജപ്രമുഖൻ ട്രോഫി ഏറ്റുവാങ്ങിയത് അല്ലെങ്കിൽ സ്വന്തമാക്കിയത് NCBC ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചെറുതന പുത്തൻ ചുണ്ടൻ ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ആവേശോജ്വലമായ മത്സരത്തിന്റെ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. പമ്പയാറിന്റെ തീരം ഉച്ചയോടെ തന്നെ ജനനിബിഡമായിരുന്നു. പണിമുടക്കോ ഗതാഗത തടസ്സമോ ഒന്നും വള്ളംകളിയുടെ ആവേശത്തെ പിന്നോട്ടടിച്ചില്ല. തുഴഞ്ഞും നടന്നും ഇരുചക്ര വാഹനങ്ങളിലുമൊക്കെയായി ചമ്പക്കുളം നെടുമുടി കരകൾ നിറഞ്ഞു. വർണ്ണാഭമായ മാസ്പിലോടെ 5 ചുണ്ടന്മാർ സ്റ്റാർട്ടിംഗ് ലൈനിലേക്ക്. പിന്നീട് ഓളങ്ങൾക്ക് തീപിടിച്ച പോരാട്ടം. രണ്ടാം ഹിറ്റ്സിൽ UBC കൈനഗിരി തുഴഞ്ഞ ആയാപറമ്പ് പാണ്ടിയും ചമ്പക്കുളം ക്ലബിന്റെ ചമ്പക്കുളം ചുണ്ടനും. മത്സരം തുടങ്ങി അല്പസമയത്തിനകം തന്നെ ഇരുവള്ളങ്ങളും കൂട്ടിമുട്ടി. മത്സരം തർക്കത്തിലേക്ക്. രണ്ടാമത് തുഴയണമെന്ന ആവശ്യം ആയാപറമ്പ് പാണ്ടി തള്ളിയതോടെ ചമ്പക്കുളത്തെ വിജയികളായി പ്രഖ്യാപിച്ചു. ആവേശകരമായിരുന്നു ഫൈനൽ. ചെറുതന പുത്തൻ ചുണ്ടനും ചമ്പക്കുളവും ആയാപറമ്പ് വലിയ ദിവാൻജിയും വാശിയോടെ തുഴയെറിഞ്ഞു. ഒടുവിൽ ഒന്നാമതായി ചെറുതന പുത്തൻ ചുണ്ടൻ ഫിനിഷിംഗ് ലൈനിൽ മുത്തമിട്ടു. ശേഷം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് ഇവിടെ കപ്പ് ഉയർത്താൻ പറ്റിയില്ല. അത് ഈ പ്രാവശ്യം ഉയർത്താൻ തന്നതിൽ വളരെ സന്തോഷമുണ്ട്. വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ കുമരകം ടൗൺ ബോട്ട് ക്ലബ് ഫാൻസ് ക്ലബിന്റെ അമ്പലക്കടവരും, വെപ്പ് ബി ഗ്രേഡ് വിഭാഗത്തിൽ കൊണ്ടോക്കൽ ബോട്ട് ക്ലബിന്റെ PG കരിപ്പുഴയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഇല്ലാതെ ചെറുതന ചുണ്ടൻ രാജപ്രമുഖ ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നു. ആവേശകരമായ ഒരു വള്ളംകളി സീസണാണ് തുടക്കമാകുന്നത്. ചമ്പക്കുളത്തു നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ, സ്നേഹജൻ, ന്യൂസ് 18.
ഏഷ്യൻ അമേച്വർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ എടപ്പാൾ സ്വദേശി ബാലഗണേശനും പ്രതിസന്ധികളെ അതിജീവിച്ച് മത്സരത്തിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും ബാലഗണേശന് പണം ഇനിയും കണ്ടെത്തണം. വട്ടംകുളം സ്വദേശി ബാലഗണേശനാണ് ഹോങ്കോങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അമേച്വർ ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയത്. ബീഹാറിൽ നടന്ന FIDE ദേശീയ അമേച്വർ ഇവന്റിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി മറ്റ് 2 പേർക്കൊപ്പം ഏഷ്യൻ അമേച്വർ ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടുകയായിരുന്നു. ബാലഗണേശൻ ഇതിനോടകം നിരവധി മത്സരങ്ങളിൽ വിജയിയായിട്ടുണ്ട്. കുടുംബ പ്രാരാബ്ധം മൂലം പഠനത്തിനൊപ്പം കൂലിപ്പണിയെടുത്ത് ജീവിച്ചിരുന്ന ബാലഗണേശന് +2 പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പലരും കളിക്കുന്നത് കണ്ട് ചെസ് സ്വയം പഠിച്ചെടുക്കുകയായിരുന്നു. ഗുരുനാഥനില്ലാത്തതിനാൽ ആദ്യകാലങ്ങളിൽ നിരവധി വീഴ്ചകൾ വരുത്തിയ ഗണേശൻ പടിപടിയായി ചെസ്സിന്റെ നിയമങ്ങൾ പഠിച്ചെടുത്ത് മത്സരരംഗത്ത് തിളങ്ങി. കൂലിപ്പണിക്ക് പോകുന്നത് തന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പണം സമ്പാദിക്കാനായി മാറി. നിരവധി അമച്വർ മത്സരങ്ങളിൽ വിജയിച്ച അനുഭവ പാഠവുമായി രാജ്യത്തിനായി ജേഴ്സി അണിയാൻ തയ്യാറെടുക്കുന്ന ബാലഗണേശന് മുന്നിൽ ഇപ്പോൾ വെല്ലുവിളി ഉയർത്തുന്നത് പണമാണ്. ഏഷ്യൻ അമച്വർ കളിക്കണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അതിന്റെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് ഒരു 1.5 ലക്ഷം റുപ്യോളം എറൗണ്ട് വരുന്നുണ്ട്. എല്ലാതും അതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റും എൻട്രി ഫീയും താമസവും ഫുഡും എല്ലാം കൂടെ അവിടെ 10 ദിവസത്തെ ടോട്ടൽ 10 ദിവസമാണ് നമുക്ക് ടൂർണമെന്റിന് അവിടെ ചെലവഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇത്രയും വലിയ എമൗണ്ട് എടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടും നിലവിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കയ്യിൽ കാശില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഞാനത് ചില വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചില ആളുകൾ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ട് അതങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ. കയ്യിലുള്ള സമ്പാദ്യം കൊണ്ട് ഒരിക്കലും ഇത്രയും വലിയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല. 2 ലക്ഷത്തിലധികം രൂപ വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടൽ. ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ രാജ്യത്തിന്റെ അഭിമാനമാകുമെന്ന് ബാലഗണേശന് ഉറപ്പുണ്ട്. ന്യൂസ് 18 തിരൂർ. പ്രതിഭയുണ്ടായിട്ടും പണത്തിന്റെ പേരിൽ മാത്രം മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന സാഹചര്യം അത് വല്ലാത്ത വേദനയാണ്. ബാലഗണേശന് വലിയ ആത്മവിശ്വാസമുണ്ട് തനിക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ സുമനസ്സുകൾ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ബാലഗണേശന് പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ സ്ക്രീനിൽ കാണിച്ച ആ നമ്പറിൽ പ്രേക്ഷകർക്ക് സഹായങ്ങൾ എത്തിക്കാം എന്നതാണ്. കാനഡയിൽ പരിശീലനത്തിനിടെ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി അടക്കം 2 വിദ്യാർത്ഥി പൈലറ്റുകൾ മരിച്ചു. കൊച്ചി തൃപ്പൂണിത്തറ സ്വദേശി ശ്രീഹരി സുകേഷും സഹപാഠി സാവന്ന മെയ്റോയുമാണ് മരിച്ചത്. ആയിഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ആര്യ, 2 സിംഗിൾ എഞ്ചിൻ വിമാനങ്ങൾ 2 ചെറു സിംഗിൾ എഞ്ചിൻ വിമാനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടാകുന്നത്. 2 വിദ്യാർത്ഥി പൈലറ്റുകളാണ് മരിച്ചത്. മലയാളി അടക്കം മരിച്ചു എന്നതാണ് ഏറെ ദാരുണമായ ഒരു സംഭവം. ഒപ്പം തന്നെ ഇവർ 2 പേരും ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അതിനിടെയാണ് ഈ അപകടമുണ്ടാകുന്നത്. റൺവേക്ക് തൊട്ട് മാറിയാണ് ഈ ഇരു വിമാനങ്ങളും കൂട്ടിയിടിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നതനുസരിച്ച് ഈ വിമാന പരിശീലന ട്രെയിനിങ് സ്കൂൾ ഇത് ഏകദേശം 50 വർഷത്തോളമായി ഈ ട്രെയിനിങ് സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 400-ലധികം പൈലറ്റുമാർ പരിശീലനം നേടിയ ഒരു സ്കൂളാണ്. ഈ കുട്ടികൾ ഒരേ സമയം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ്, അതായത് ഈ റൺവേക്ക് തൊട്ടടുത്ത് തന്നെ ഇരുവരും ഒന്നിച്ചെത്തി എന്നതാണ് ഏറ്റവും ഈ അപകടം ഉണ്ടാവാൻ കാരണമായത്. അതിനിടെ പിന്നെ ഈ വിമാനം കത്തി പ്രദേശത്ത് വലിയ രീതിയിലുള്ള തീയും പുകയും ഉയർന്നത് കണ്ടാണ് ഈ വിമാന അപകടമാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ വിമാനങ്ങൾക്കിടയിൽ നിന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതും. ചൊവ്വാഴ്ചയാണ് ഈ അപകടം ഉണ്ടായി എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ചൊവ്വാഴ്ചയായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത് സംബന്ധിച്ച് അധികൃതർ ഒരു സ്ഥിരീകരണം നടത്തുന്നതും. ഈ വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങളൊക്കെ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒരാൾ കൊച്ചി സ്വദേശി തൃപ്പൂണിത്തറ സ്വദേശി ശ്രീഹരി മലയാളിയാണ്. ഒപ്പം തന്നെ കാനഡിയൻ സ്വദേശിയാണെന്ന് കരുതപ്പെടുന്നു. ഈ സഹപാഠി സാവനയുമാണ് മരണപ്പെട്ടത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ സിംഗിൾ എഞ്ചിൻ വിമാനങ്ങളാണ് പരിശീലനത്തിന് മാത്രമായത്. അതായത് ഈ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും പരിശീലനത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന സിംഗിൾ എഞ്ചിൻ വിമാനങ്ങളാണ് സെസ്ന 152 ഒപ്പം തന്നെ സെസ്ന 172. ഈ 2 വിമാനങ്ങൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. മാനിറ്റോബ ഈ കാനഡയിലെ മാനിറ്റോബ പ്രവിശ്യക്ക് സമീപമാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ അധികൃതർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ശ്രീഹരി
ആര്യയുടെ മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും ഇത് സംബന്ധിച്ച സമയവും മറ്റു കാര്യങ്ങളൊക്കെ അധികൃതർ വ്യക്തമാക്കുന്നതേ ഉള്ളൂ. എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആര്യ വരും മണിക്കൂറുകളിൽ തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് കരുതേണ്ടത്. ഒപ്പം തന്നെ വളരെ ചെറിയ പ്രായത്തിലുള്ള, അതായത് 20ഉം 23ഉം വയസ്സാണ് ഇവർക്ക് രണ്ടുപേർക്കും. ഈ പഠിക്കുന്നതിനിടെ, അതായത് ഈ കാനഡയിൽ ചെന്ന് ഈ വിമാന പരിശീലനവും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനിടെ സ്റ്റുഡൻറ് പൈലറ്റുമാരാണ് ഇരുവരും. അതാണ് ഏറെ ദാരുണമായ ഒരു സംഭവം. ഈ പരിശീലന പറക്കലിനിടെ ഈ അപകടം ഉണ്ടാകുന്നതും അതിന് മുമ്പ് തന്നെ, തൊട്ട് മുമ്പ് തന്നെ ഇരുവരും നേരത്തെ തന്നെ ഈ പറക്കൽ പരിശീലനം, ടേക്ക് ഓഫും മറ്റു കാര്യങ്ങളൊക്കെ പരിശീലിച്ചിരുന്നു. പക്ഷേ ഈ സമയം, അതായത് ഈ അപകടം ഉണ്ടാകുന്ന സമയം ഇരുവരും ഒരേ സമയത്ത് റൺവേയിൽ ഇറങ്ങാൻ ശ്രമിച്ചു എന്നതാണ് ഈ അപകടം അതിന്റെ വ്യാപ്തി കൂട്ടിയതും. ഒപ്പം തന്നെ റൺവേക്ക് പുറത്താണ് ഈ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് വീഴുന്നതും. അതൊക്കെ ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും 2 ചെറിയ സിംഗിൾ എഞ്ചിൻ വിമാനങ്ങൾ പരിശീലന പറക്കലിനിടെ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാവുന്നു. മലയാളി ഉൾപ്പെടെ 2 പൈലറ്റുമാർ മരിച്ചു എന്നതാണ് വാർത്ത. ആര്യ. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാനഡയിലാണ് പരിശീലനത്തിനിടെ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി അടക്കം 2 വിദ്യാർത്ഥി പൈലറ്റുകൾ മരിച്ചത്. തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷാണ് മരിച്ച മലയാളി. ഇനി ശ്രീഹരിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് വാർത്തകളിലേക്ക്. പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമായി കോഴിക്കോട് തോട്ടുമുക്കം വാലില്ലാപ്പുഴ റോഡ്. തോട്ടുമുക്കം മുതൽ പുതിയനിടം വരെ 1 കിലോമീറ്റർ ദൂരത്തിൽ ചെറുതും വലുതുമായ 50ഓളം കുഴികളാണ് ഉള്ളത്. അപകടം സ്ഥിരം സംഭവമായിട്ടും തിരിഞ്ഞു നോക്കാത്ത അധികാരികൾക്കെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ തമ്മിൽ ബന്ധിക്കുന്ന മലയോര മേഖലയിലെ ഒരു പ്രധാന പാതയാണ് തോട്ടുമുക്കം വാലില്ലാപ്പുഴ റോഡ്. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലാണ് ഈ 5 കിലോമീറ്റർ റോഡ്. ഇതിൽ തോട്ടുമുക്കം മുതൽ പുതിയനിടം വരെയുള്ള 1 കിലോമീറ്റർ റോഡിന്റെ അവസ്ഥയാണിത്. ചെറുതും വലുതുമായി ഏതാണ്ട് 50ഓളം കുഴികളാണ് ഈ 1 കിലോമീറ്ററിനുള്ളിലുള്ളത്. കുഴികളിൽ വീണുള്ള അപകടങ്ങളും നിത്യസംഭവം. ഇപ്പോൾ തോട്ടുമുക്കം മുതൽ പുതിയനിടം വരെ ഉള്ള റോഡ് നശിച്ച് കിടക്കുകയാണ്. 50ഓളം കുഴികളും ഒരു 8-10 വലിയ കിടങ്ങുകളുമാണ് ഈ റോഡിലുള്ളത്. ഇതെന്ന് നന്നാകും എന്നുള്ളത് യാതൊരുവിധ ഐഡിയ ഇല്ല. നിരുത്തരവാദിത്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ റോഡൊന്ന് നന്നായി കിട്ടുക എന്നുള്ളതാണ്. വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. റോഡിനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കോഴിക്കോടിന് പോകുന്ന മനുഷ്യനാണ്. അപ്പോൾ രാവിലെ വരുമ്പോൾ ഇവിടെ ഒന്നാമത് എൻ്റെ വണ്ടി എന്നല്ല, ഏത് വണ്ടിയിൽ പോയി കഴിഞ്ഞാലും കൃത്യമായിട്ട് പോകാൻ പറ്റുന്നില്ല. ബൈക്കുകാരൊക്കെയാണ് വീഴുകയാണ്. എല്ലാ ദിവസവും രാവിലെ പോകുമ്പോൾ ഇവിടെ മുതൽ പാലപ്പുഴയുള്ള റോഡിൽ പല സ്ഥലത്തും ഇതേ സെയിം അവസ്ഥയാണുള്ളത്. പല സ്ഥലങ്ങളിലും വാഹനങ്ങളുടെ അടിഭാഗം തട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. റോഡ് വളരെ മോശമാണ്. ഇത്രയും മോശമായ റോഡ് ഈ പഞ്ചായത്തിൽ ഉണ്ടോ എന്നുള്ള സംശയമാണ്. പഞ്ചായത്തിൽ ഉണ്ടോ എന്നുള്ളത് അടി തട്ടുന്ന പുതിയനിടത്തുനിന്ന് വാലാപ്പുഴയ്ക്ക് തിരിയുന്ന ഭാഗത്ത് അടി തട്ടി വണ്ടിയിൽ ലീപ്പ് പൊട്ടിയ ജില്ലാ പഞ്ചായത്തിന്റെ റോഡാണ്. ഇത്രയും ഒരു 200 മീറ്റർ അത്രയും മോശമായ ഒരു റോഡ് ഞാൻ ഇത്രയും ഇപ്പോൾ കോഴിക്കോട് നിന്ന് വന്നതിൽ എവിടെ കണ്ടു. LKG മുതൽ +2 വരെയുള്ള കുട്ടികളടക്കം ദുരിതം പേറിയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. ന്യൂസ് 18 മുക്കം.